Hi friends, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് 2025 നേവി SSR ആൻഡ് MRന്റെ ഫുൾ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സ് ആണ്. ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ എന്നാണ് വരാൻ പോകുന്നത്, ഏജ് ലിമിറ്റ് എന്താണ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, വേക്കൻസി എന്നിവയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളും 2025 നേവി SSR ആൻഡ് MR എന്ന ട്രേഡിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ്, റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നതാണ് വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഞാൻ ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുന്ന കുട്ടികളെ ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ട കാര്യമാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. നേവി SSR ആൻഡ് MR മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നേവി SSRലേക്കും അതുപോലെ തന്നെ MRലേക്കും. ഫസ്റ്റ് നമുക്ക് നോക്കാം നേവി SSRന്റെ അപ്ഡേറ്റ്. നിങ്ങളുടെ ഏജ് ലിമിറ്റ് 17 മുതൽ 20 വയസ്സ് വരെ. ഇതിനിടയിൽ പ്രായമുള്ള കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. 20 എന്ന് പറഞ്ഞാൽ 20 years 6 months ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 20 വയസ്സും 6 മാസം പ്രായമുള്ള കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നേവി SSRലേക്ക്. പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾ +2 പാസ്സായിരിക്കണം. +2ൽ നിങ്ങൾ PCM എടുത്ത കാൻഡിഡേറ്റ് ആയിരിക്കണം. എന്താണ് PCM എടുത്ത കാൻഡിഡേറ്റ് ആയിരിക്കണം? PCM എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിച്ച കാൻഡിഡേറ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നേവി SSRലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. 50% നിങ്ങൾക്ക് മാർക്ക് ഉണ്ടായിരിക്കണം +2ൽ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നേവി SSRലേക്ക് പറ്റത്തുള്ളൂ. സോ നെക്സ്റ്റ് ആണ് നേവി MR. നേവി MRന്റെ ഏജ് ലിമിറ്റ് ആണ് 17 വയസ്സ് മുതൽ 20 വയസ്സ് 6 months. ഇത് തന്നെയാണ് ഇവിടുത്തെയും ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ നേവി MRന് 10ാം ക്ലാസ് പാസ്സായാൽ മാത്രം മതി. 50% മാർക്ക് ഉണ്ടായിരിക്കണം 10ാം ക്ലാസ്സിൽ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നേവി MRലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മിക്ക കുട്ടികൾക്കുള്ള ഡൗട്ടാണ് നേവി MR ആൻഡ് SSRന് ഒരുമിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നതിനെക്കുറിച്ച്. യെസ്, നിങ്ങൾക്ക് ഒരുമിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ രണ്ടെണ്ണത്തിൻ്റെയും എലിജിബിലിറ്റി ക്രൈറ്റീരിയക്കകത്ത് നിങ്ങൾ ഉൾപ്പെട്ടിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മനസ്സിലായല്ലോ, നേവി SSR ആൻഡ് MRന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. കുട്ടികളെ, നേവി SSR ആൻഡ് MRന്റെ ക്ലാസ്സുകൾ ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്, ആരംഭിച്ചിരിക്കുകയാണ്. ഓൺലൈനും അതുപോലെ തന്നെ ഓഫ്ലൈനും. ഈ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് കോഴ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് വേക്കൻസിയെ കുറിച്ചിട്ട്. വേക്കൻസി വരാൻ പോകുന്ന കുട്ടികളെ നേവി SSR ആൻഡ് MR 02/2025 ആണ്. 01/2025 ആൾറെഡി ഇതിന് മുന്നത്തെ ബാച്ചുമായിട്ട് മെർജ് ആയിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നത് നേവി SSR MR 02/2025 ബാച്ചാണ്. ഇനി വരാൻ പോകുന്ന വേക്കൻസിയാണ് ഞാൻ ഈ പറയുന്നത്. നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന എന്തായാലും നിങ്ങളുടെ മെയ് 1st വീക്കിലായിരിക്കും. മെയ് 1 അല്ലെങ്കിൽ മെയ് 5 നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആവുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 13th മെയ് ആയിരിക്കും. ഈ ഡേറ്റിലായിരിക്കും നിങ്ങളുടെ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആവുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് കുട്ടികളെ. ഇപ്പോൾ തന്നെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1/11/2004 30/4/2008 ഇടയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നേവി SSR ആൻഡ് MRലേക്ക്. ഈ ഡേറ്റിനിടയിൽ ജനിച്ച കാൻഡിഡേറ്റ് ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ രണ്ട് പോസ്റ്റിലേക്കും. പിന്നെ എക്സാം ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂലൈ 2025 നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ടൈം വളരെ കുറവാണ് ലഭിക്കുന്നത്. നേവി SSRന്റെ ഒക്കെ ടോപ്പിക് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. +2 ലെവലിലുള്ള ആ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. നേവി SSRന്റെ ഫസ്റ്റ് ഫേസിൽ റിട്ടൺ എക്സാം ആണ്, പിന്നെ ലാസ്റ്റ് ഫേസിലും ഒരു റിട്ടൺ എക്സാം ഉണ്ട്. 2 എക്സാം ഇവിടെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായ? നേവി SSR ആൻഡ് MR, നേവി SSR ആൻഡ് നേവി MRന്റെ സെലക്ഷൻ പ്രോസസ്സ് എന്താണ്, നേവി SSR, എന്താണ് നേവി MR എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഈ ഒരു ചാനലിൽ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ബാച്ചിന് വരാൻ പോകുന്നത് നേവി SSR ആൻഡ് MR 02/2025 ആണ്. നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മെയ് 1st വീക്കോടെ വരുന്നതായിരിക്കും. ഫോം ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത് മെയ് 2nd വീക്കോടാണ്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ആൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ എക്സാം ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂലൈ 2025 ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് വേക്കൻസിയെ കുറിച്ചിട്ട്. എക്സ്പെക്റ്റഡ് വേക്കൻസിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നത് 2023 ആൻഡ് 2024 ബാച്ചിലായിരുന്നു. ഇവിടെ 02/2023 01/2024 ബാച്ചും കൂടി എന്താണ് മെർജ് ചെയ്തിരുന്നു. ഈ മെർജ് ചെയ്ത സമയത്ത് ടോട്ടൽ വേക്കൻസി 3500 ആയിരുന്നു. ഇതിനകത്ത് നേവി SSRന്റെ വേക്കൻസി മാത്രം 3200 ആയിരുന്നു. പിന്നെ നേവി MRന്റെ മാത്രം വേക്കൻസി 300 ആയിരുന്നു. ഇത്രയുമായിരുന്നു ഈ ഒരു സമയത്ത് വേക്കൻസി വന്നിരുന്നത്. ആൾറെഡി ഒരു മാസം മുന്നേ തന്നെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിരുന്നു. ആ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2025 എന്തായാലും വേക്കൻസി 60,000-നടുത്ത് വരുന്നതായിരിക്കും. എത്രയാണ്?
60,000-നടുത്ത് വേക്കൻസി വരുന്നതായിരിക്കും എന്നൊരു അപ്ഡേറ്റ് വന്നിരുന്നു. അതനുസരിച്ച് എന്തായാലും ഈ തവണയും വേക്കൻസി ഇൻക്രീസ് ആകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു എക്സ്പെക്റ്റഡ് ഐഡിയ വെച്ചിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന വേക്കൻസിയാണ് നേവി SSRൻ്റെത് അറൗണ്ട്ലി 1200 അല്ലെങ്കിൽ 1500 വേക്കൻസി വരുന്നതായിരിക്കും. നേവി MRൻ്റെത് 200 അല്ലെങ്കിൽ 300 ഇടയിൽ വേക്കൻസി എന്തായാലും വരുന്നതായിരിക്കും. കുട്ടികളെ, നിങ്ങൾ നല്ല രീതിയിലൊന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും 2025 നേവിയുടെ യൂണിഫോം ധരിക്കാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമിയിൽ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സിലെ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ഓൺലൈൻ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയുന്നത്. എല്ലാ ദിവസവും ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻ ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. വീക്കിലി 6 ദിവസം ക്ലാസ്സുകളുണ്ട്. മോക്ക് ടെസ്റ്റ് ലഭിക്കും, പിന്നെ മെഡിക്കൽ അവയർനെസ് ലഭിക്കും, പിന്നെ ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നേവി MRന്റെ ക്ലാസ്സുകളും ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സെയിം ഫെസിലിറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെയും ലഭിക്കാൻ പോകുന്നത്. നേവിയുടെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള സിലബസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അല്ലാതെ ആർമിയുടേതോ അതുപോലെ തന്നെ SSGDയുടെ ക്ലാസ്സുകളല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത്. നേവിയുടെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കും ലഭിക്കുന്നത്. ഈ കോഴ്സ് എടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നേവി SSR ആൻഡ് MRന്റെ PYQ സെഷൻ ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ എക്സ്ട്രാ മോക്ക് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു മോക്ക് ടെസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് നേവി SSR ആൻഡ് MRന്റെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 2025 നിങ്ങൾക്കും നേവി യൂണിഫോം ധരിക്കാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.